മൂന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് മാവേലിക്കര സബ് ജയിലിലടച്ചു. ഇന്ന് പുലർച്ചെ 1:30യോടെയാണ് പാലക്കാട് KPM ഹോട്ടലിൽ നിന്ന് രാഹുലിനെ അറസ്റ്റ് ചെയ്തത്. പ്രതിക്ക് ജാമ്യം അനുവദിച്ചാൽ അതിജീവിതമാരുടെ ജീവന് അപകടകരമാണെന്നും പ്രതി കുറ്റകൃത്യം ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ട്. ഞായറാഴ്ച പുലർച്ചെയോടെയാണ് കോൺഗ്രസ് MLA രാഹുൽ മാങ്കൂട്ടത്തെ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം നേരെ പത്തനംതിട്ടയിലെ പോലീസ് ക്യാമ്പിൽ എത്തിക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനിടയിൽ നിരവധി തവണ രാഹുൽ മാങ്കൂട്ടത്തെ ചോദ്യം ചെയ്തു. മൂന്നാമത്തെ പരാതിക്കാരിയായ പെൺകുട്ടിയുമായുള്ള ബന്ധത്തെക്കുറിച്ചും അവർ നൽകിയ മൊഴിയുടെ അടിസ്ഥാനമായുള്ള കാര്യങ്ങളുമാണ് പ്രധാനമായും ചോദ്യം ചെയ്തത്. ഇതിനൊന്നും തന്നെ കാര്യമായ രീതിയിൽ രാഹുൽ പ്രതികരിച്ചില്ല. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം 11 മണിയോടുകൂടി പത്തനംതിട്ടയിലെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചു. കനത്ത പോലീസ് സുരക്ഷയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ നിന്നും ഇയാളുടെ രക്തസാമ്പിളുകൾ ശേഖരിച്ചു. ഒപ്പം ലൈംഗികക്ഷമതാ പരിശോധന നടന്നു. DNA ടെസ്റ്റിന് ആവശ്യമായുള്ള രക്തസാമ്പിളുകളും ശേഖരിച്ചു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പഴുതടച്ചുള്ള ഫലപ്രദമായ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇയാളെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. പിന്നീട് നേരെ പത്തനംതിട്ട മജിസ്ട്രേറ്റിന് മുന്നിലാണ് ഹാജരാക്കിയത്. പോലീസ് നൽകിയ റിമാൻഡ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ 14 ദിവസത്തേക്ക് ഇയാളെ റിമാൻഡ് ചെയ്തു. മാവേലിക്കര സ്പെഷ്യൽ സബ് ജയിലിലേക്കാണ് അയച്ചത്. പാലക്കാട്ടെ MLA സ്വകാര്യ ഹോട്ടലിൽ 2002 AC സ്യൂട്ട് റൂമിലാണ് താമസിച്ചിരുന്നതെങ്കിൽ പോലീസ് പിടികൂടി ജയിലിലെത്തിച്ചപ്പോൾ അത് 3-ാം നമ്പർ സെല്ലിലായി ഇയാളുടെ താമസം. തിങ്കളാഴ്ച പോലീസ് വീണ്ടും ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. നിലവിലുള്ള കേസുകളെക്കുറിച്ചും പോലീസിന്റെ കയ്യിലുള്ള മറ്റ് കേസുകളെക്കുറിച്ചും കൂടുതൽ ചോദ്യം ചെയ്യലിനും തെളിവെടുപ്പ് നടത്തുന്നതിനും ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും കസ്റ്റഡിയിൽ വാങ്ങുക. ജയിലിലെത്തിച്ചപ്പോൾ തന്നെ രാഹുൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചു എന്നാണ് റിപ്പോർട്ട്. 3-ാം നമ്പർ സെല്ലിൽ വേണ്ടത്ര സൗകര്യങ്ങളൊന്നുമില്ലെന്നും തിരുവനന്തപുരത്ത് കുറച്ചുകൂടി സൗകര്യമുള്ള ജയിലിലേക്ക് തന്നെ മാറ്റണം എന്നുള്ളൊരാവശ്യവുമായി ജാമ്യാപേക്ഷ വേളയിൽ തന്നെ കോടതിയെ സമീപിക്കാനാണ് അഭിഭാഷകനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഷാജഹാൻ, കൈരളി ന്യൂസ്, ആലപ്പുഴ.